മെഹറിൻസ് കാറ്ററിയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഒട്ടും പ്രിപ്പയർ ആവാതെ എടുക്കുന്ന ഒരു വീഡിയോ ആണ്. പല പ്രശ്നങ്ങളും ഉണ്ടാവും, ചിലപ്പം സൗണ്ടിന്റെ ഇഷ്യൂസ് ഉണ്ടാവും, ലൈറ്റ് അതൊക്കെ ചിലപ്പോൾ ഒരു വിഷയമാവാൻ സാധ്യതയുണ്ട്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അപൂർവമായിട്ടൊക്കെ ചിലപ്പോൾ കാണാൻ പറ്റുന്ന ഒരു കാര്യമായിരിക്കും ഒരു ക്യാറ്റ് പ്രസവിക്കുന്നത്. നമ്മൾ മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നാലും അതിനേക്കാളും കുറച്ചും കൂടെ നന്നായിട്ട് ഒരു വീഡിയോ ചെയ്താലോ എന്നുള്ള ഒരു ആലോചന കുറേ ദിവസമായിട്ടുണ്ട്. അപ്പോൾ നല്ലൊരാളെ കിട്ടിയപ്പം ഞാൻ വിചാരിച്ചു എന്നാൽ ഇവിടെ വെച്ചിട്ട് നമുക്ക് ഇവിടെ ക്യാറ്റ് ഇവിടെ പ്രസവിക്കുന്ന ഒരു വീഡിയോ നമുക്ക് എടുക്കാന്നുള്ളത്. ഓക്കെ, ടെൻഷനൊന്നും ആവണ്ട കേട്ടോ. അപ്പം ഇവളിന്ന് പ്രസവിക്കും. അപ്പം ഇവള് പ്രസവിക്കും എന്നുള്ളത് എനിക്ക് എങ്ങനെ മനസ്സിലായി എന്നുള്ളത് പറഞ്ഞിട്ട് നമുക്ക് കാര്യങ്ങളായിട്ട് തുടങ്ങാം. ഈ നാവൊക്കെ പുറത്തിട്ട് പെയിന് വരുന്നുണ്ട് ആൾക്ക്. അപ്പോഴേ കൂക്കിനെ ഞാനൊന്ന് പരിചയപ്പെടുത്തി തരാം. കൂക്കി ഇപ്പോൾ 1 വയസ്സ് കഴിഞ്ഞു. അത്യാവശ്യം നല്ല ബോഡി വെയിറ്റിലെ ക്യാറ്റാണ്, കണ്ടില്ലേ? അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള മാഷാഅല്ലാ നല്ല അടിപൊളി ക്യാറ്റാണ്. അപ്പോൾ ഇവളെ വന്നിട്ട് നമ്മളിവളെ 5 മാസം പ്രായമുള്ള സമയത്ത് കടലുകൊണ്ടില്ല നമ്മളൊരു സുഹൃത്തിന് സെയിൽ ചെയ്തത്, ഒരു കസ്റ്റമർ. അപ്പം ഇവളിപ്പം നമ്മളെ കയ്യിൽ തിരിച്ചെത്തിയിട്ടുള്ളത് ഇവള് കണ്ടില്ലേ, ഇവള് ആദ്യത്തെ പ്രസവമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും പല ആളുകൾക്കും ഉണ്ടാകുന്നത് പോലെ ക്യാറ്റ് പ്രസവിക്കുന്ന സമയത്ത് അതെങ്ങനെ കൈകാര്യം ചെയ്യണം എന്നുള്ള കാര്യത്തിൽ ഒരു ടെൻഷൻ സ്വാഭാവികമായിട്ടും അതിനെ വളർത്തുന്ന ആൾക്കുണ്ട്. അതിൻ്റെ പുറമെ അവർ 1-2 ദിവസം വീട്ടിലുണ്ടായിരിക്കില്ല, കാരണം ഓണക്കടുപ്പിച്ച് ഇവർക്ക് പല സ്ഥലത്തും പോകാനുണ്ട്. അപ്പോൾ ഇവൾക്ക് ഒന്നും സംഭവിക്കരുത് എന്ന് വിചാരിച്ചിട്ടാണ് അവർ നമ്മളെ കയ്യിലേക്ക് ഇവളെ തിരിച്ച് തന്നിട്ടുള്ളത്. അപ്പോൾ ഇവള് പ്രസവിച്ച് കഴിഞ്ഞാൽ ഇവളും കുഞ്ഞുങ്ങളും കൂടെ തിരിച്ചു പോവും. ഇവള് പാവാണ്, നല്ല ഒരു കാലിക്കോ കളറാണ്, ഭയങ്കര ഡാർക്ക് കാലിക്കോ അല്ല, ലൈറ്റ് കാലിക്കോ കളറാണ്. നല്ല ഹെയർ ക്വാളിറ്റിയൊക്കെയുള്ള നല്ല ക്യാറ്റാണ് കേട്ടോ. അപ്പോൾ ഇതിനെ മെയ്റ്റ് ചെയ്തിട്ടുള്ള മെയിൽ എന്ന് പറയുമ്പോൾ ഒരു ടാബി കളറിൽ ഒരു മെയിലാണ്. അത് ഇവളെ പകുതി പോലും ക്വാളിറ്റി ഇല്ലാത്ത ഒരു ക്യാറ്റാണ്. അത് അവർ തിരൂരിൽ നിന്നൊരു ബ്രീഡർ നിന്ന് വാങ്ങിച്ചതാണ്. അവരെ ചീറ്റ് ചെയ്തതാണ് സത്യത്തിൽ. ആ ക്യാറ്റിനെ, ക്വാളിറ്റി ഇല്ലാത്ത ക്യാറ്റിനെ മുമ്പ് കൊടുത്തിട്ട്, കാരണം അവരെ ഫസ്റ്റത്തെ ക്യാറ്റായിരുന്നു ഇവളെ മെയ്റ്റ് ചെയ്ത മെയിൽ. അപ്പോൾ ആ മെയിൽ ഒട്ടും ക്വാളിറ്റി ഇല്ലാത്തൊരു ക്യാറ്റിനെ കൊടുത്തിട്ട് അവർ ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് അവർ പെട്ടുപോയതാണ്. പക്ഷേ എന്നാലും ഇവളെ മെയ്റ്റ് ചെയ്തു. അപ്പോൾ ഇപ്പോൾ ഇവള് ഗർഭിണിയായി. ഇന്ന് നമുക്ക് നോക്കാം ഇവളെ ബാക്കി എങ്ങനെ കുഞ്ഞുങ്ങളൊക്കെ എങ്ങനെ ഉണ്ട് എന്നൊക്കെ കാര്യങ്ങളൊക്കെ മനസ്സിലാകും. കാരണം ഇവളൊരു നല്ലൊരു ക്വാളിറ്റി ഫീമെയിലാണ്. മെയ്റ്റ് ചെയ്തിട്ടുള്ള മെയിൽ ഒരു നോർമൽ ക്വാളിറ്റി എന്ന് വേണമെങ്കിൽ പറയാം. ഇന്ന് പ്രസവിക്കും എന്നുള്ളത് എനിക്ക് എങ്ങനെ മനസ്സിലായി എന്ന് പറഞ്ഞിട്ട് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ തുടങ്ങാം. ഇവളെ ഇപ്പം ഇവിടെ സമയം ഏകദേശം 7:30 ആയി, രാത്രി 7:30 ആയി. അപ്പോൾ ഇവളെ ഞാൻ ഒരു 6 മണിക്ക് വന്ന് നോക്കിയ സമയത്ത് ഇവളെ നാവ് പുറത്തേക്ക് ഇട്ടിട്ട് ഇങ്ങനെ കിതക്കുന്നുണ്ടായിരുന്നു. ഇങ്ങനെ നായകളൊക്കെ കിതക്കുമല്ലോ നാവ് പുറത്തേക്ക് ഇട്ടിട്ട്, അതുപോലെ ഇങ്ങനെ കിതക്കുന്നുണ്ടായിരുന്നു. അപ്പം AC ഓണാണ് നമ്മളെ ക്യാറ്റിൻ്റെ ബോർഡിങ്ങിൽ. അപ്പം ഈ പറഞ്ഞതുപോലെ നാവ് പുറത്തേക്ക് ഇട്ടിട്ട് കിതക്കാനും ചൂട് കാരണം കൊണ്ട് എന്തായാലും ക്യാറ്റ് അങ്ങനെ ചെയ്യില്ല. അപ്പം അങ്ങനെ ക്യാറ്റുകൾ സാധാരണ രീതിയിൽ അങ്ങനെ ചെയ്യാറുള്ളത്, ഒന്ന് എന്തെങ്കിലും കണ്ടിട്ട് ഭയങ്കരമായിട്ട് പേടിച്ച് കഴിഞ്ഞാൽ അങ്ങനെ ചെയ്യാറുണ്ട്. ഇപ്പോൾ അയ്യോ അവൾ പ്രസ് ചെയ്യുന്ന സമയത്ത് അപ്പി പുറത്തേക്ക് വന്നു. അത് ചില പൂച്ചകൾ അങ്ങനെ ഉണ്ടാവാറുണ്ട്. സാറില്ല, അത് നാളെ ഇത് കഴിഞ്ഞിട്ട് വാഷ് ചെയ്ത് തരാം കേട്ടോ. ചില പൂച്ചകൾക്ക് കുഞ്ഞിനെ പ്രസ് ചെയ്തിട്ടാണല്ലോ പുറത്തേക്ക് വരുന്നത്. അപ്പോൾ ആ പ്രസ്സിങ്ങിൽ ഇതുപോലെ അപ്പി പുറത്തേക്ക് കുറച്ചൊന്ന് വരും. അത് ടെൻഷനുള്ള കാര്യമില്ല. ഇത് പൂച്ചകൾ മാത്രമല്ല കേട്ടോ, മിക്ക ജീവികളും പ്രസ് ചെയ്യുന്ന സമയത്ത് ഇതുപോലെ കുറച്ച് അപ്പി വരും. അത് സാരില്ല കേട്ടോ, നാളെ വാഷ് ചെയ്ത് തരാം. ഓക്കെ, പ്രസ് ചെയ്യുന്നതിന് ആദ്യത്തെ പ്രസവമായതുകൊണ്ട് അതിൻ്റെ ഒരു കോംപ്ലിക്കേഷൻ എന്തായാലും ഉണ്ടായിരിക്കും, കുറച്ചൊരു പ്രയാസമായിരിക്കും. അപ്പം ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ നമുക്ക് കുഞ്ഞുങ്ങളെ കിട്ടട്ടെ എന്നുള്ളത് പ്രാർത്ഥിക്കാം. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, ഇവള് പ്രസവിക്കുമെന്നുള്ളത് മനസ്സിലായത് ഫസ്റ്റ് സ്റ്റെപ്പ് നാവ് പുറത്തേക്ക് ഇട്ടിട്ട് കിതക്കും. ഇന്ന് ഇവള് പ്രസവിക്കാൻ ചാൻസ് ഉണ്ട്, അല്ലെങ്കിൽ 1-2 ദിവസത്തിനുള്ളിൽ ഇവള് പ്രസവിക്കാൻ ചാൻസ് ഉണ്ട് എന്ന് എനിക്ക് കുറേ ദിവസം മുന്നേ തന്നെ മനസ്സിലായിട്ടുണ്ട്. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇവളെ നിപ്പിൾസ്, പാല് കുടിക്കുന്ന മുലക്കണ്ണികളുണ്ടല്ലോ, കുഞ്ഞുങ്ങൾക്ക് പാൽ കൊടുക്കുന്ന നിപ്പിൾസ്, ആ നിപ്പിൾസിൻ്റെ ചുറ്റും കുറച്ച് തടിപ്പ് കൂടുതലായിരിക്കും. പാല് വന്നിട്ട് അവിടെ കെട്ടിക്കിടക്കുന്നത് നമുക്ക് മനസ്സിലാവും. അത് അങ്ങനെ വരാറുള്ളത് പൂച്ചകൾ പ്രസവിക്കുന്നതിൻ്റെ ഒരു 4-5 ദിവസം മുമ്പാണ് ഈ നിപ്പിൾസിലേക്ക് പാല് ഇറങ്ങി വരിക. അപ്പോൾ അങ്ങനെ ഇറങ്ങി വരുന്നത് മനസ്സിലായി വരുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം ഒരു 4-5 ദിവസത്തിനുള്ളിൽ ക്യാറ്റ് എന്തായാലും പ്രസവിക്കാനായിട്ടുണ്ടെന്ന് മനസ്സിലാക്കാം. പിന്നെ ഇവളിതേപോലെ നാവ് പുറത്തേക്കിട്ട് കിടക്കുന്നതിൻ്റെ കൂടെ തന്നെ ഒരു സൈഡിലേക്ക് ചെരിഞ്ഞ് കിടന്നിട്ട് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്യുന്നത് പോലെ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും. അങ്ങനെ പ്രസ് ചെയ്യുന്നത് കാണുകയാണെങ്കിലും ക്യാറ്റ് അങ്ങനെ പ്രസ് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഏകദേശം ഒരു 1.5 മണിക്കൂറിനുള്ളിൽ ആദ്യത്തെ കുഞ്ഞ് വരേണ്ടതാണ്. ഇപ്പോൾ ഇവള് പ്രസ് ചെയ്യാൻ തുടങ്ങിയിട്ട്
ഏകദേശം അരമണിക്കൂറിന് മുകളിൽ ആയി. അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ 1 മണിക്കൂറിൻ്റെ ഉള്ളിൽ ഇവള് പ്രസവിക്കും എന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പം നമ്മൾ കാത്തിരുന്ന് അവള് ആദ്യത്തെ കുഞ്ഞിനെ പ്രസവിച്ചു എന്ന് പറഞ്ഞാൽ കുഞ്ഞ് പകുതി പുറത്താണ്, ഉള്ളിലാണ്, ബാക്കി പുറത്ത്. അങ്ങനെ ആ ഒരു കണ്ടീഷനിലാണ്. ഒന്ന് അടുത്ത് ക്യാമറ കൊണ്ടുവരികയാണെങ്കിൽ ഒന്ന് കുറച്ചും കൂടി വിശദമായിട്ട് കാണാൻ വേണ്ടിയിട്ട് പറ്റും. ഏകദേശം ഇപ്പോൾ കംപ്ലീറ്റ് പുറത്തെത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പം അവളിപ്പോൾ കുഞ്ഞിനെ നല്ല രീതിയിൽ നക്കി തുടച്ച് നല്ല വൃത്തിയാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ ശരിക്കും കുഞ്ഞ് വരുന്നത് ഒരു ബ്ലാഡറിൻ്റെ ഉള്ളിലാണ്, ഒരു പ്ലാസ്റ്റിക് കവർ പോലത്തെ ഒരു സാധനത്തിൻ്റെ ഉള്ളിലാണ് കുഞ്ഞ് പുറത്തേക്ക് വരാം. എന്നിട്ട് ആ കവറ് മദർ ക്യാറ്റ് നക്കിയിട്ട് അത് പൊട്ടിച്ചെടുക്കും. അത് പൊട്ടിച്ചതിന് ശേഷം എന്നിട്ടാണ് അവരെന്ത് ചെയ്യുന്നത്, പൊക്കിൾക്കൊടി കട്ട് ചെയ്യുന്നത്. അപ്പം നമുക്ക് എന്ത് ചെയ്യാം, ഇനിയിപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങൾ അവൾ എന്തൊക്കെയാണ് ചെയ്യുന്നത് നോക്കാം. അവളിപ്പോൾ നക്കി വൃത്തിയാക്കിയിട്ടുണ്ട്. ഇനി പൊക്കിൾക്കൊടി അവൾ തന്നെ കട്ട് ചെയ്ത് എന്നിട്ട് അതിൻ്റെ വേസ്റ്റ്, ആ പൊക്കിൾക്കൊടിൻ്റെ അറ്റത്ത് വരുന്ന വേസ്റ്റ്, അത് ശരിക്ക് മദർ ക്യാറ്റ് കഴിക്കണം. ഞാൻ പെട്ടെന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് വേസ്റ്റ് എന്ന് പറഞ്ഞേട്ടാ. അപ്പോൾ അത് മദർ ക്യാറ്റ് കഴിക്കുന്നത് വളരെ നല്ലതാണ്. കണ്ടില്ലേ, കുഞ്ഞിനെ അവളിങ്ങനെ നല്ല രീതിയിൽ നക്കി വൃത്തിയാക്കി എടുക്കുന്നുണ്ട്. ഒരു ബ്ലാക്ക്, എനിക്ക് തോന്നുന്നു ഒരു ബ്ലൂ കളർ ക്യാറ്റ് ആയിരിക്കാനാണ് സാധ്യത. ബ്ലൂ കളർ എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വലുതായി വരുമ്പോൾ ഈ ഒരു കളറ് ആയിരിക്കും. ഉണ്ടോ, ഈ ഒരു കളറായിരിക്കാനാണ് സാധ്യത. നമുക്ക് ഇപ്പം നനഞ്ഞിരിക്കുന്ന സമയത്ത് കറക്റ്റായിട്ടുള്ള കളറ് മനസ്സിലാക്കാൻ പ്രയാസമാണ്. അപ്പോൾ അങ്ങനെ ചെറിയ രീതിയിൽ നനവൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊന്നും കാണുമ്പോൾ ടെൻഷൻ ഒന്നും ആവണ്ട. ഞാൻ കുഞ്ഞിനെ എന്തായാലും നക്കി വൃത്തിയാക്കി എടുക്കട്ടെ. അപ്പോഴേക്കും ഞാൻ ബാക്കിയുള്ള ഒരു കാര്യം പറഞ്ഞുതരാം. ഈ ഞാനിപ്പോൾ ഉപയോഗിച്ചിട്ടുള്ള ബോക്സ് എന്ന് പറഞ്ഞാൽ 2 അടി നീളമുള്ള ബോക്സാണ്. അതായത് 2 ക്യാറ്റുകൾക്ക് സുഖമായിട്ട് ഇതിൻ്റെ അകത്ത് കിടക്കുക. അതേപോലെ തന്നെ ഏകദേശം 2 അടി നീളം 1.5 അടി വീതിയുമാണ് ഈ ബോക്സ് വരുന്നത്. അപ്പോൾ ഇത് ഞാൻ പ്ലാസ്റ്റിക്കിൻ്റെ ബോക്സാണ്. പ്ലാസ്റ്റിക്കിൻ്റെ ബോക്സ് ആകുമ്പോൾ നമുക്ക് ചൂടുവെള്ളം ഉപയോഗിച്ചിട്ട് കഴുകാം, സാനിറ്റൈസർ യൂസ് ചെയ്യാം, അങ്ങനെ പല ഗുണങ്ങളുണ്ട്. നമുക്ക് എത്ര ക്യാറ്റ് പ്രസവിക്കുന്നു അത്രയും തവണ നമുക്കിത് വീണ്ടും യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. കാർഡ്ബോർഡിൻ്റെ ബോക്സൊക്കെ ആകുമ്പം അത് അത്രയ്ക്ക് നല്ലതുമല്ല. കാരണം ഇപ്പോൾ ഈ നനവൊക്കെ ഉണ്ടല്ലോ, ഈ നനവൊക്കെ ആ ബോക്സ് വലിച്ചെടുക്കും. എന്നിട്ട് ചിലപ്പോൾ ഒരു 10 ദിവസം അല്ലെങ്കിൽ 12 ദിവസം കഴിഞ്ഞിട്ട് ക്യാറ്റ് ആ ബോക്സിൻ്റെ അകത്ത് തന്നെ കിടക്കുന്നതെന്നുണ്ടെങ്കിൽ ഈ നനവൊക്കെ അവിടെ കെട്ടിക്കിടന്ന് അതിൽ അണുക്കളും ബാക്ടീരിയാസൊക്കെ വരാൻ കാരണമാവും. അങ്ങനെ നിങ്ങൾ കാർഡ്ബോർഡിൻ്റെ ബോക്സൊക്കെ സ്ഥിരമായിട്ട് പ്രസവിച്ച കാർഡ്ബോർഡിൻ്റെ ബോക്സിൽ തന്നെ പിന്നെയും കുഞ്ഞുങ്ങളെ അമ്മയൊക്കെ പാല് കുടിക്കാനൊക്കെ വേണ്ടിയിട്ട് കിടക്കേണ്ടി വരികയാണെങ്കിൽ അത് പിന്നെ ഫംഗൽ ഇഷ്യൂസും മറ്റുള്ള അസുഖങ്ങളും കാര്യങ്ങളൊക്കെ അത് കാരണം കൊണ്ട് വരും. വെള്ളം ഇതുവരെ കഴിഞ്ഞില്ലല്ലോ, കുറേ സമയമായല്ലോ. നോക്കട്ടെ. അതായത് കുഞ്ഞ് പുറത്തെത്തിയിട്ട് കുറേ സമയമായി. ഈ കാണുന്നൊരു നാല് കണ്ടോ, ഒന്ന് ക്യാമറ പിടിച്ചേ, ഞാൻ ശരിയാക്കി തരാം. കുറേ സമയമായി കുഞ്ഞ് പുറത്തേക്ക് വന്നിട്ട്. ഇതാ കുഞ്ഞിൻ്റെ അറ്റത്ത് കണ്ടോ ഈ ഒരു നൂല് പോലെ കാണുന്നത് നിങ്ങൾക്ക്, ഇത് കണ്ടോ ഒരു നൂല് പോലെ ഇങ്ങനെ കാണാം, കണ്ടോ? ഇത് കുഞ്ഞിൻ്റെ പൊക്കിളിൻ്റെ അവിടെ നിന്ന് പോകുന്നതാണ്. അത് നമുക്ക് അങ്ങോട്ട് എടുക്കാം. ഓക്കെ, ഇതാണ് കുഞ്ഞ്. ഈ പൊക്കിളിൻ്റെ ഇവിടെ നിന്ന് അങ്ങനെയായിട്ട് പോയിട്ട് ഇതിൻ്റെ അറ്റത്തൊരു സഞ്ചി പോലെ കാണാൻ പറ്റും. അപ്പോൾ ഇത് ക്യാറ്റ് തന്നെ കട്ട് ചെയ്തതാണ്. ഇത് നമുക്ക് കട്ട് ചെയ്തതൊരു ഫിനിഷിങ് ആയിട്ടില്ലേ, കണ്ടോ? ഇതിങ്ങനെ ഒരു നാര് പോലെ കിടക്കുന്നത്. ഇത് നമുക്ക് ജസ്റ്റ് എന്ത് ചെയ്യാം, കത്രി ഉപയോഗിച്ചിട്ട് ഇതിൻ്റെ അറ്റം ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് വിടാം, ഒന്ന് ഒരു ഷേപ്പിൽ. ഓക്കെ, നമുക്കിത് ഇങ്ങനെ കിട്ടിയില്ല. ഇനി ആകുമ്പോൾ ഇത് എവിടെയും തട്ടി കുളത്തുന്ന ഒരു പ്രശ്നമൊന്നും വരില്ല. നമുക്ക് എന്ത് ചെയ്യാം, അവൾ തുടച്ചിട്ടുണ്ട് ഓൾറെഡി. പക്ഷേ ഞാൻ എൻ്റെ ഒരു സമാധാനത്തിന് ക്യാറ്റ് ക്ലീൻ ചെയ്തത് നല്ല വൃത്തിയാവണം എന്നുള്ളത് കൊണ്ട് തന്നെ ഞാൻ ടിഷ്യൂ ആണ് യൂസ് ചെയ്യുന്നത് കേട്ടോ. നിങ്ങൾക്ക് വീട്ടിൽ എന്ത് ചെയ്യാം, വൈറ്റ് ക്ലോത്ത്, നല്ല വൃത്തിയുള്ള കോട്ടൻ്റെ ക്ലോത്ത് ഉണ്ടെങ്കിൽ അത് ഉപയോഗിക്കാം. നമ്മളിവിടെ ഒരു 4 ദിവസത്തിൽ ഒരു ക്യാറ്റെങ്കിലും പ്രസവിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താണ്, ക്ലോത്ത് വാങ്ങി വെക്കുന്നത് ഭയങ്കര നഷ്ടമാണ്. അതേപോലെ തന്നെ വീട്ടിലേതെങ്കിലും ക്ലോത്തൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതൊക്കെ പെട്ടെന്ന് തന്നെ തീരും. അപ്പോൾ ഞാൻ എളുപ്പം കണ്ടൊരു മാർഗ്ഗമാണ് നല്ല ടിഷ്യൂ വാങ്ങിയിട്ട് ടിഷ്യൂ ഉപയോഗിച്ചിട്ട് തുടച്ചിട്ട് നനവൊക്കെ കണ്ട് പുറത്തെടുക്കാം. നമ്മൾ മദർ ക്യാറ്റിനെ ഹെൽപ്പ് ചെയ്യാണ് കേട്ടോ. അവൾക്ക് ഒരു തരത്തിലും നമ്മളിപ്പോൾ ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ടൊന്നും ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. നാടൻ പൂച്ചകളൊക്കെ ആണെങ്കിൽ അവർ ഭയങ്കര എക്സ്പേർട്ടായിരിക്കും ഇങ്ങനത്തെ കാര്യത്തിലൊക്കെ. ഇവിടെ ആദ്യത്തെ പ്രസവം ആയതുകൊണ്ട് തന്നെ നമ്മൾ ജസ്റ്റ് ഒന്ന് ഹെൽപ്പ് ചെയ്ത് കൊടുക്കുകയാണ്. നല്ല വൃത്തിയായിട്ട് ഈ കണ്ണിൻ്റെ ഭാഗത്തേക്കുള്ള നനവും കാര്യങ്ങളൊക്കെ ഒന്ന് തുടച്ചെടുക്കാം. ഓക്കെ, ഇത്രയേ ഉള്ളൂ. ഇത് കഴിഞ്ഞു കേട്ടോ. ഇതാണ് നിൻ്റെ കുഞ്ഞ്. ഓക്കെ, ഇത്രയേ ഉള്ളൂ.
ഇനി അടുത്ത കുഞ്ഞ് എപ്പം വരുന്നുള്ളത് നമുക്ക് വെയിറ്റ് ചെയ്യാം. കുഞ്ഞിനെ നക്കി വൃത്തിയാക്കി കൊണ്ടിരിക്കുന്നുണ്ട്. അടുത്ത കുഞ്ഞ് എപ്പം വരുന്നുള്ളത് ഒരു ഐഡിയ ഇല്ല. ഞാൻ വെയിറ്റിങ്ങിലാണ്. അപ്പൊ അതിന് മുമ്പായിട്ട് ചില കാര്യങ്ങൾ പറഞ്ഞത്. ഇപ്പൊ ഇവൾക്ക് മദർ ക്യാറ്റിനെ ഈ മദറിന് കുഞ്ഞുങ്ങളെ ഭയങ്കരമായിട്ട് കെയർ ചെയ്യുന്നുണ്ട്. എല്ലാ ക്യാറ്റുകളും ഈ രീതിയിലല്ല. ഇപ്പൊ നമ്മളവിടെ ഒരുപാട് ക്യാറ്റുകൾ ഇതുപോലെ പ്രസവം എടുക്കാൻ വേണ്ടിയിട്ട് മാത്രം വരാറുണ്ട്. അപ്പോൾ നമ്മൾ മെയിനായിട്ട് ക്യാറ്റിൻ്റെ ക്യാറ്റിൻ്റെ ബോർഡിങ്ങാണ് ചെയ്യുന്നത്. അപ്പം നിങ്ങൾ വീട്ടിലില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളെ ക്യാറ്റിനെ താൽക്കാലികമായിട്ട് കെയർ ചെയ്യുന്ന ഒരാളാണ് ഞാൻ. അപ്പം നിങ്ങൾക്ക് ഇവിടെ ഒരുപാട് കേജ് ഉണ്ട്. നിങ്ങൾക്ക് നമ്മളെന്ത് ചെയ്യാം, ബോർഡിംഗ് ഫെസിലിറ്റി ഉപയോഗിക്കാം. നിങ്ങൾക്ക് 2 കാര്യങ്ങൾ പറഞ്ഞു തരുന്നതിൻ്റെ കൂടെ ഞാൻ എന്താ ചെയ്യുന്നതെന്നും കൂടെ പറഞ്ഞു തരാണ്. അത് നിങ്ങൾക്ക് ചിലപ്പം ഉപകാരപ്പെടും. അപ്പം ഇവിടെ ഒരുപാട് കേജുകളുണ്ട്. കേജുകളെ കുറിച്ച് നമ്മളൊരു വീഡിയോ മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഫുള്ളി എയർ കണ്ടീഷണറാണ്. എല്ലാ മാസവും ഒരു ഡോക്ടർ വരും കംപ്ലീറ്റ് എല്ലാ ക്യാറ്റിനെയും ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. ഒരു സെപ്പറേറ്റ് ഒരു സ്റ്റാഫ് ഉണ്ടായിരിക്കും. ഒരു ക്യാറ്റിന് ഏകദേശം 6 ഫീറ്റിൻ്റെ ഒരു കേജാണ് കൊടുക്കുന്നത്. അപ്പോൾ അതായത് ഒരു ക്യാറ്റ് ഒരു കൂടിനകത്താണ് കിടക്കുന്നത് എന്നുള്ള ഒരു തോന്നൽ പോലും ഉണ്ടായിരിക്കില്ല. പിന്നെ അത്യാവശ്യം നല്ല വിശാലമായിട്ടുള്ള ഒരു പ്ലേ ഗ്രൗണ്ടും കാര്യങ്ങളൊക്കെ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ക്യാറ്റിന് അതിൻ്റെ അകത്ത് കളിക്കാം. നിങ്ങളെ വീട്ടിൽ എങ്ങനെയാണോ ക്യാറ്റ് ജീവിക്കുന്നത് അതുപോലെ, അല്ലാന്നുണ്ടെങ്കിൽ അതിനേക്കാളും ഒരു പടിക്ക് മുകളിൽ നല്ല ഹാപ്പി ആയിട്ട് നിങ്ങളെ ക്യാറ്റുകൾ എൻ്റെ കയ്യിൽ സേഫ് ആയിരിക്കും. നിങ്ങൾ എപ്പോഴാണോ നിങ്ങളെ തിരക്കൊക്കെ കഴിഞ്ഞിട്ട് തിരിച്ച് നാട്ടിലെത്തുന്നത് അപ്പം നിങ്ങളെ വീട്ടിലേക്ക് ക്യാറ്റിനെ എത്തിച്ചേരും. നമുക്ക് കേരളത്തിൽ നിന്ന് തിരുവനന്തപുരം തൊട്ടിട്ട് കാസർഗോഡ് വരെ നിലവിൽ ബോർഡിങ്ങിലേക്ക് കസ്റ്റമേഴ്സ് വരുന്നുണ്ട്. അപ്പം എവിടെയാണെന്നുണ്ടെങ്കിലും കേരളത്തിൽ എവിടെയാണെന്നുണ്ടെങ്കിലും മിക്ക സ്ഥലങ്ങളും നമുക്കവിടെ കാറ് വരും, ക്യാറ്റിനെ പിക്ക് ചെയ്യും, തിരിച്ചു ഇവിടെ എത്തിക്കും. അതിനൊക്കെ ചെറിയ എക്സ്പെൻസേ വരുന്നുള്ളൂ കേട്ടോ. ഞാനിപ്പോൾ ഇതിങ്ങനെ പറയുമ്പോൾ നിങ്ങൾക്ക് ഭയങ്കര എക്സ്പെൻസ് ആയിട്ടൊക്കെ നിങ്ങൾക്ക് തോന്നും. പക്ഷെ അത്രക്കൊന്നും വലിയൊരു എക്സ്പെൻസ് ഒന്നും വരുന്നില്ല. ഇതൊക്കെ ഇതിനെയൊക്കെ കുറിച്ചൊക്കെ ഡീറ്റെയിൽ ആയിട്ട് അറിയണമെങ്കിൽ ഞാൻ ഇതവിടെ ഇങ്ങനെ നമ്പർ കാണിക്കാം, വാട്സപ്പ് നമ്പർ. ജസ്റ്റ് അതിലേക്ക് വാട്സപ്പ് ചെയ്യുക. ഭയങ്കര എമർജൻസിയാണ്, 1-2 ദിവസത്തിനുള്ളിലൊക്കെ ബോർഡിങ് ചെയ്യേണ്ട കേസൊക്കെ ആണെന്നുണ്ടെങ്കിൽ ആ നമ്പറിലേക്ക് വിളിച്ചോ. ഒരുപാട് കോൾസ് ഡെയിലി വരുന്നതാണ് കേട്ടോ. അപ്പം മാക്സിമം ഞാൻ എല്ലാ കോൾസും അറ്റൻഡ് ചെയ്യാറുണ്ട്. 2 നമ്പർ കൊടുക്കുക. ഒരെണ്ണം എൻ്റെ വൈഫിൻ്റെ നമ്പറാണ്. അഥവാ എന്തെങ്കിലും വിളിച്ചിട്ട് കിട്ടുന്നില്ലെങ്കിൽ അവളെ നമ്പറിൽ വിളിച്ചാലും മതി. പിന്നെ അപ്പം അങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പം ഇവിടെ ഒരുപാട് ക്യാറ്റുകൾ പ്രസവത്തിന് ഇതേപോലെ വരും. അപ്പം ക്യാറ്റുകൾ അങ്ങനെ വരുന്ന സമയത്ത് ഇവിടെ വരുന്ന ഒട്ടുമിക്ക കേസുകളും നമ്മൾ തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്യണം. ഉദാഹരണം പറയുകയാണെങ്കിൽ ഇന്നലെ രാത്രി ഉണ്ടായ ഒരു കേസാണ്. 12 മണിക്കാണ് ആ ക്യാറ്റ് പ്രസവ വേദന വരുന്നത്. അപ്പോൾ നമ്മളെ അടുത്തുള്ളൊരു സുഹൃത്തിൻ്റെ തന്നെ ഇവിടെ അടുത്തുണ്ട്, നാദാപുരം എന്ന് പറയും, അവിടെയുള്ള ഒരു ക്യാറ്റാണ്. അപ്പോൾ ആ ക്യാറ്റ് വന്നിട്ട് കുറച്ച് ദിവസമായി. അപ്പം അവിടെ ഡേറ്റ് ഏകദേശം അടുത്ത് നിൽക്കുകയാണ്. അപ്പം ഇന്നലെ രാത്രി 12 മണിക്ക് പ്രസവ വേദന വന്നിട്ട് ഏകദേശം അവൾ പ്രസവിച്ച് കഴിഞ്ഞത് ഇന്ന് പുലർച്ചെ 5:30. 5 കുഞ്ഞുങ്ങളുണ്ടായിരുന്നു. അതിൽ 5 കുഞ്ഞുങ്ങളിൽ 4 കുഞ്ഞുങ്ങൾ നല്ല ഹെൽത്തി ആയിട്ടുള്ള കുഞ്ഞാണ്. ഒരു കുഞ്ഞിൻ്റെ ശരീരത്തിൽ രോമം പോലും ഇല്ല. വളരെ ഒരു ഇറച്ചി കഷ്ണം പോലെ വളരെ ചെറിയൊരു പീസ്. ഇപ്പം നിങ്ങൾ ഈ കുഞ്ഞിനെ കണ്ടല്ലോ, ഈ കുഞ്ഞിനെ പോലെ ഒന്നല്ല, ഒട്ടും ഹെൽത്തി അല്ലാത്തൊരു കിറ്റണായിരുന്നു അത്. അപ്പം 5 കുഞ്ഞുങ്ങളിൽ ഒരു കുഞ്ഞ് ഈ പറഞ്ഞ ഒട്ടും വളർച്ചയില്ലാത്തൊരു കുഞ്ഞ് പ്രസവത്തിൽ മരണപ്പെട്ടു പോയി. ബാക്കി 4 കുഞ്ഞുങ്ങൾ. അപ്പോൾ ആ ക്യാറ്റിൻ്റെ കഥ പറയുകയാണെങ്കിൽ ആ ക്യാറ്റ് ഒരു കുഞ്ഞിനെ പ്രസവിച്ച് ഏകദേശം 1.5-2 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് അടുത്ത കുഞ്ഞൊക്കെ പുറത്തേക്ക് വരുന്നത്. ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആണ്. കാരണം ഇവള് ശരിക്കും പ്രസ് ചെയ്യുന്നില്ല. ഇപ്പം ഇവളെ കേസ് എന്ന് പറയുകയാണെങ്കിൽ ഇവള് നന്നായിട്ട് പ്രസ് ചെയ്യുന്നുണ്ട്. പ്രസ് ചെയ്തിട്ട് കുഞ്ഞിനെ പുറത്തങ്ങോട്ട് എടുത്തു. ചില ക്യാറ്റുകൾ കുഞ്ഞിനെ കംപ്ലീറ്റ് പ്രസ് ചെയ്തിട്ട് പുറത്തെടുക്കാൻ പറ്റില്ല. അതിൽ ഈ 4 കുഞ്ഞിന് വന്ന് 3 കുഞ്ഞിനെയും ഞാൻ കൈയിട്ടിട്ട് വലിച്ച് പുറത്തേക്ക് എടുക്കുക ചെയ്തത്. കാരണം അങ്ങനെ വലിച്ച് പുറത്തെടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ കുഞ്ഞ് അതിൻ്റെ ഉള്ളിൽ കിടന്നിട്ട് മരിച്ചു പോകും. അപ്പം സംഭവം എന്താ വെച്ചാൽ ശരിക്കും ഒരു ക്യാറ്റ് പ്രസവിക്കുന്ന സമയത്ത് കുഞ്ഞിൻ്റെ തലയാണ് ആദ്യം വരേണ്ടത്. ഇപ്പം ഈ കേസിൽ ആദ്യം തലയാണ് വന്നത്. അപ്പോൾ തല വരേണ്ട സ്ഥാനത്ത് ചിലപ്പോൾ കാലാവും ആദ്യം വരും. കാല് വരുന്ന സമയത്ത് അത് സംഭവിക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കാല് വലിഞ്ഞിട്ടാണ് പിന്നെ അങ്ങനെ കുറച്ചൊരു വയറിൻ്റെ ഭാഗം കുറച്ച് തടിച്ചിട്ടായിരിക്കും. അങ്ങനെ തടിച്ച ഭാഗം പിന്നെ ക്യാറ്റ് ഇങ്ങനെ കാലിങ്ങനെ താഴത്തേക്ക് ഇറങ്ങി വരുമ്പോൾ പിന്നെ ഈ വന്നിട്ട് കഴുത്തിലായിരിക്കും കുടുങ്ങുക. എനിക്ക് എങ്ങനെ പറഞ്ഞു തരേണ്ടത് മനസ്സിലാവുന്നില്ല. കഴുത്തിൽ കുടുങ്ങും അതിൻ്റെ ക്യാറ്റിൻ്റെ ഹോളിൻ്റെ ചുറ്റുള്ള മാംസം. അപ്പം കുറച്ച് നേരം കുടുങ്ങിക്കഴിഞ്ഞാൽ ആ പൂച്ചക്കുഞ്ഞ് എന്ത് ചെയ്യും, പ്രസവത്തിൽ മരണപ്പെട്ടു പോകും. അപ്പോൾ ആ പൂച്ചക്കുഞ്ഞിനെ രക്ഷപ്പെടുത്താനുള്ള ഒരേ ഒരു മാർഗം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പൂച്ചക്കുഞ്ഞിൻ്റെ കാലിൽ പിടിച്ച് വലിച്ച് പുറത്തേക്ക് എടുക്കണം. അപ്പം അങ്ങനെ ഭയങ്കരമായിട്ടൊക്കെ വലിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ കാലങ്ങോട്ട് പറഞ്ഞു പോരും. അത് പിടിച്ച് വലിക്കുന്നതിന് ഒരു പ്രത്യേക നാക്കുണ്ട്. നമ്മൾ വെറും കൈ കൊണ്ടൊക്കെ പിടിച്ച് വലിക്കുന്ന സമയത്ത് ചിലപ്പം കൈ സ്ലിപ്പായി പോകും. കാരണം ബ്ലഡും ഭയങ്കര ഒരു എണ്ണമയൊക്കെ ആയിരിക്കും. അപ്പം ഒന്നല്ലെങ്കിൽ നമ്മളിതുപോലെ ടിഷ്യൂ എന്തെങ്കിലും ഇതുപോലെ ടിഷ്യൂ ഒരുപാടുണ്ട് വാങ്ങിച്ചിട്ട്. അപ്പോൾ അത് വെച്ചിട്ട് എന്ത് ചെയ്യണം, വലിച്ചെടുക്കണം. അല്ലെങ്കിൽ എന്തെങ്കിലും ക്ലോത്ത് എന്തെങ്കിലും കയ്യിൽ പിടിച്ചിട്ട് ഒരു ഗ്രിപ്പിന് വേണ്ടിയിട്ട് പതുക്കെ പിടിച്ചിട്ട് ഒരു
ഒരു മയത്തിൽ നമുക്കിങ്ങനെ എന്താണ് പിടിച്ച് വലിച്ചിങ്ങോട്ട് പുറത്തേക്ക് ഒരു പൂച്ചക്കുഞ്ഞാണ് എന്നുള്ളൊരു ബോധത്തിൽ വേണം വലിച്ച് പുറത്തേക്ക് എടുക്കാൻ. അങ്ങനെ 3 പൂച്ചക്കുഞ്ഞുങ്ങളെ എടുത്തത്. അപ്പൊ ഇതേപോലെ പല കോംപ്ലിക്കേഷൻസും നമ്മൾ ഓരോ ദിവസങ്ങളിലും ഹാൻഡിൽ ചെയ്യാറുണ്ട്. അപ്പൊ ഇവളുടെ കേസിൽ ഇപ്പൊ ഫസ്റ്റത്തെ പൂച്ചക്കുഞ്ഞ് അൽഹംദുലില്ലാ ഒരു കുഴപ്പമില്ല, നല്ല ഹെൽത്തി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള കുഞ്ഞുങ്ങളൊക്കെ എങ്ങനെ ആയിരിക്കും എന്നുള്ളത് നല്ല ആകാംക്ഷയുണ്ട്, നമുക്ക് കാണാം. പ്രത്യേകിച്ച് ഇവള് എൻ്റെ പൂച്ചക്കുഞ്ഞ ഞാൻ വിറ്റതാണ് സത്യത്തിൽ ഇവിടെ വേറൊരാൾക്ക്. അപ്പോൾ ഇവളെ എങ്ങനത്തെ പൂച്ചക്കുഞ്ഞിനെ പ്രസവിക്കും, എങ്ങനെ ഉണ്ടാവും എന്നൊക്കെ കാണാൻ എനിക്കും നല്ല ആഗ്രഹമുണ്ട്. ഇവിടെ നല്ല അടിപൊളി ഒരു ട്രഡീഷണൽ ലോങ് ഹെയർ എന്ന് പറഞ്ഞ ബ്രീഡാണ്, നല്ല ഹെയർ ക്വാളിറ്റിയും. അപ്പോൾ നമ്മൾ ഈ കിടക്കുമ്പം ഇവിടെ ശരിക്കും ഒരു ക്വാളിറ്റി മനസ്സിലാവുന്നില്ല. ശരിക്കും നല്ല അൽഹംദുലില്ലാ മാഷാ അല്ലാഹ് നല്ല ബോള് പോലുള്ള അടിപൊളി ക്യാറ്റാണ്. കൂക്കി എന്നാണ് പേര്. ഇപ്പം അവള് ഒരു പൂച്ചക്കുഞ്ഞ് ഇതാ അവിടെ കിടക്കുന്നുണ്ട്. അപ്പം ഇനി പിന്നൊരു കേസേ, പല ആളുകളും രാത്രി 12 മണിക്ക് 1 മണിക്കൊക്കെ വിളിച്ചിട്ട് എൻ്റെ ക്യാറ്റ് പ്രസവിച്ചു, കുഞ്ഞ് ഇതുവരെ പാല് കുടിച്ചിട്ടില്ല, 1/2 മണിക്കൂറായി എന്നൊക്കെ പറഞ്ഞിട്ട് വിളിക്കാറുണ്ട്. അപ്പം അങ്ങനത്തെ ഒരു പേടിയേ വേണ്ട കേട്ടോ. ക്യാറ്റ് കുഞ്ഞ് പുറത്തേക്ക് വന്ന് ഒരു 2 മണിക്കൂറിനുള്ളിൽ സാവകാശം കിട്ടിയാൽ മതി. പാല് ഒട്ടും നിർബന്ധമുള്ളൊരു കാര്യമില്ല. പെട്ടെന്ന് തന്നെ അപ്പം തന്നെ പാല് കിട്ടണം അങ്ങനെയൊന്നുമില്ല. ക്യാറ്റ് കംപ്ലീറ്റ് ആയിട്ട് പ്രസവിച്ച് കഴിഞ്ഞിട്ട് പാല് കൊടുത്താലും ഒരു പ്രശ്നമില്ല. അമ്മൻ്റെ ചൂട് കിട്ടുന്നത് എപ്പോഴും നല്ലതാണ്. ഇപ്പോൾ അമ്മൻ്റെ ചൂടും പറ്റിയിട്ട് ആ പൂച്ചക്കുഞ്ഞ് അങ്ങനെ കിടക്കുകയാണ്. അത്രയും മതി, അത്രേ അതിൻ്റെ ആവശ്യം വരുന്നുള്ളൂ. പിന്നെ എന്താണ്, പാല് കുടിക്കുകയാണെങ്കിൽ കുടിക്കട്ടെ. ഒരു 2 മണിക്കൂറൊക്കെ നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, വെയിറ്റ് ചെയ്യാം അമ്മ കുഞ്ഞിന് പാല് കൊടുക്കാൻ വേണ്ടിയിട്ട്. ആ ചെറിയ സമയം കൊണ്ടൊന്നും ഒന്നും സംഭവിക്കില്ല കേട്ടോ. ഇപ്പം അവള് അടുത്ത കുഞ്ഞിനെ പുറത്തെടുക്കാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പിലാണ്. അപ്പോൾ ആ സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം, പൂച്ചക്കുഞ്ഞ് അതിൻ്റെ ബാക്കിലുണ്ടാവും. എവിടെ നമ്മളെ ജസ്റ്റ് ഒന്ന് ഇങ്ങോട്ട് മാറ്റി വെക്കാം. കണ്ടോ, ഇത്ര മതി. ഇത് വലിയ കേജ് ട്രേ ആകുമ്പോൾ നമുക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാം. ചെറിയ ട്രേ നിങ്ങൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ വേറൊരു ട്രേയിലോട്ട് പുറത്തേക്ക് മാറ്റി വെക്കുന്നത് നല്ലതാണ്. അപ്പം മറ്റത് ഇവൾ പ്രസവിക്കുന്ന സമയത്ത് ഈ കുഞ്ഞിന് അതുകൊണ്ട് ഒരു ബുദ്ധിമുട്ടുണ്ടാവരുത്. അമ്മ ചവിട്ടിയ തള്ള ചവിട്ടിയ പിള്ളക്ക് കേടില്ല എന്നാണ് സംഭവം. പക്ഷെ എന്നാലും നമുക്ക് കാണുമ്പോൾ ഒരു ബുദ്ധിമുട്ടാണ്, അങ്ങോട്ട് മാറ്റി വെക്കും. അപ്പം അടുത്ത കുഞ്ഞ് അവളിങ്ങനെ നക്കി പ്രത്യേകം സൗണ്ട് വെക്കുന്നുണ്ട് കണ്ടോ. അതാ ഒരു ക്രീം കളർ ക്യാറ്റാണ് കണ്ടോ. അതാ കിടക്കുന്നു കണ്ടോ. അപ്പോൾ അവൾ തന്നെ ചെയ്യട്ടെ, അവൾ ചെയ്ത് പഠിക്കട്ടെ. ഇത് ഇവളുടെ ഈ ക്യാറ്റിൻ്റെ വേസ്റ്റാണ് കേട്ടോ. നേരത്തെ അത് പൊട്ടിച്ചിട്ടില്ല. ഇത് അവൾ കഴിക്കുന്നുണ്ടോ, ക്യാറ്റ് വേസ്റ്റ് കഴിക്കുന്നു കണ്ടോ. ഇങ്ങനെ കഴിക്കണം ക്യാറ്റുകൾ. ഇവിടെ മറ്റേ ക്യാറ്റുണ്ട്, അതിൻ്റെ ഫേസ് മൂക്ക് ഭാഗം കണ്ടോ നിങ്ങൾ, കാണുന്നുണ്ടോയെന്ന് അറിഞ്ഞില്ല. അത് ഓക്കെയാണ്. ചില സമയത്ത് ഇവിടെ ഒരു കവറിങ് വന്നിട്ട് മൂടി കിടക്കും. അങ്ങനെ കിടക്കുമ്പോൾ ഞാനിപ്പോൾ ഈ ക്യാമറയും പിടിച്ച് നിൽക്കുന്ന പോലെ ഒന്നും നിൽക്കാൻ പാടില്ല. പെട്ടെന്ന് കുഞ്ഞിനെ എടുക്കുക, ഒരു ടിഷ്യൂ എടുത്തിട്ട് ഇതിൻ്റെ മൂക്കിൻ്റെ ഭാഗത്ത് എന്ത് ചെയ്യണം, നന്നായിട്ട് തുടച്ചു കൊടുക്കണം. എന്നാലും അതിന് ശ്വാസം കിട്ടുള്ളൂ. മനസ്സിലായോ? അപ്പോൾ അതിന് ആ വേസ്റ്റ് കഴിക്കുന്ന തിരക്കിലാണ്. അത് അവൾ കഴിച്ചോട്ടെ, അത് നല്ല കാര്യമാണ് കേട്ടോ. അത് അത്യാവശ്യം നല്ല പ്രോട്ടീൻ ഉള്ളതാണ്. കുഞ്ഞുങ്ങൾക്ക് പാലൊക്കെ നന്നായിട്ട് ഉണ്ടാവാനും എല്ലാത്തിനും നല്ലതാണ്. ഇനിയിപ്പോൾ അത് കഴിച്ചിട്ടില്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിച്ചിട്ട് ആരും മെസ്സേജ് ചെയ്യേണ്ട, ഒരു കുഴപ്പമില്ല. അത് കഴിക്കണമെന്ന് നിർബന്ധമൊന്നുള്ള കാര്യമൊന്നുമല്ല. ഇവിടെ നക്കി വൃത്തിയാക്ക് കുക്കി. എന്താ ഈ കുഞ്ഞിനെ വൃത്തിയാക്ക്, നിന്റെ കുഞ്ഞല്ലേ, വൃത്തിയാക്ക്. ഈ ഒരു കുഞ്ഞിൻ്റെതും കൂടെ കഴിഞ്ഞിട്ട് നമുക്ക് ഈ ഷീറ്റ് ഒന്ന് മാറ്റി കൊടുക്കാം. 2 കുഞ്ഞൊക്കെ ആകുമ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, ഓരോ തവണ ഈ ഷീറ്റ് ഒന്ന് മാറ്റിയിട്ട് അടുത്ത ഷീറ്റ് വിരിച്ചു കൊടുക്കണം. നക്കി വൃത്തിയാക്കി കൊടുക്ക്. അവൾ ചെയ്യുന്നില്ലെങ്കിൽ ഞാനെടുത്ത് ചെയ്യണമെന്ന് വിചാരിച്ചതാണ്. പക്ഷെ കുഴപ്പമില്ല, നമുക്ക് കുറച്ച് ടൈം കൊടുത്താലും അവൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് പഠിക്കുന്നത് നല്ലതാണ്. ചിലപ്പോൾ അവൾ അടുത്ത ഡെലിവറിക്ക് നമ്മൾ ആരെങ്കിലും അടുത്തില്ല എന്നുണ്ടെങ്കിലും അവൾ ചെയ്യും എന്നുള്ളൊരു കോൺഫിഡൻസ് നമുക്കുണ്ടല്ലോ. ആ കുഞ്ഞവിടെ കരയുന്നുണ്ട്, അതും ഇവളെ ഭയങ്കരമായിട്ട് ഡിസ്റ്റർബ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പം അവൾ ഭയങ്കര സ്ലോ. രണ്ടാമത്തെ കുഞ്ഞിനെ കൈകാര്യം ചെയ്യാനേ അവൾക്ക് ഭയങ്കര മടി. അപ്പം ഞാൻ എന്ത് ചെയ്യാണ്, ആ കുഞ്ഞിനെ ഞാൻ തന്നെ ചെയ്യാമെന്ന് വിചാരിച്ചു. ഒരു 5 മിനിറ്റോളം ഞാൻ ക്യാമറ ഓഫ് ചെയ്തിട്ട് വെയിറ്റ് ചെയ്തു കേട്ടോ, അവളെ ചെയ്യുമെന്ന്. പക്ഷെ അവൾ ചെയ്യുന്നില്ല, കുഞ്ഞങ്ങനെ കിടക്കുക കണ്ടോ. അപ്പം ഇത് ഈ കാണുന്ന നൂല് പോലെ കാണുന്നുണ്ടല്ലോ, ഇത് പുക്കിൾക്കൊടിയാണ്. കുഞ്ഞിൻ്റെ വയറിൻ്റെ മുകളിൽ നിന്ന് പുറത്തേക്ക് വരുന്ന സഞ്ചിയാണ്. ഓക്കെ, ഇതാ
ഈ രീതിയിലുണ്ടാവും. കണ്ടോ കണ്ടോ, ശരിക്കും ക്ലിയറായിട്ട് കാണാം നിങ്ങൾക്ക്. എൻ്റെ ഗ്ലൗസ് ഇടാൻ ഞാൻ ഗ്ലൗസ് ഇടാൻ മറന്നു. ഗ്ലൗസ് ഒട്ടും നിർബന്ധമില്ല കേട്ടോ, എനിക്കൊരു പ്രശ്നമുള്ള കാര്യമല്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ ഗ്ലൗസ് ഇട്ടിട്ട് തൊട്ടാൽ മതി, എനിക്കിതൊരു വിഷയമുള്ള കാര്യമേ അല്ല. നിങ്ങൾക്ക് ഞാൻ അങ്ങനെ ഗ്ലൗസ് ഇടാതെ പിടിക്കുമ്പോൾ ഒരു ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടെങ്കിൽ ഞാനൊരു ഗ്ലൗസ് ഇടാം. ഓക്കെ, ഞാൻ ഗ്ലൗസ് ഇട്ടിട്ടില്ല എന്ന് നിങ്ങൾക്കൊന്നും ബുദ്ധിമുട്ട് വേണ്ടാന്ന് വിചാരിച്ചിട്ടാണെന്ന് പറഞ്ഞില്ല. അത് വേറെ ഒന്നല്ല, ഞാനിങ്ങനെ തൊടുന്ന സമയത്ത് നിങ്ങൾക്ക് കാണുമ്പോൾ ഒരു അറപ്പൊന്നും തോന്നണ്ട. ഇവള് കുറെ സമയമായിട്ട് കുഞ്ഞിങ്ങനെ കിടക്കുന്നുണ്ട്. കുഞ്ഞ് സേഫാണ്, അതുകൊണ്ടാണ് ഞാൻ ചട്ടപ്പെട്ടെന്ന് പറഞ്ഞിട്ട് പെട്ടെന്നൊന്നും ഈ കുഞ്ഞിനെ ക്ലീൻ ചെയ്യാത്തത്. കുഞ്ഞ് സേഫാണ്, കുഞ്ഞ് ബ്രീത്ത് എടുക്കുന്നുണ്ട്. ചില സമയത്ത് കുഞ്ഞ് അനങ്ങുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ പെട്ടെന്ന് തന്നെ ടിഷ്യൂ എടുക്കുക. ടിഷ്യൂ അല്ലെങ്കിൽ ഇതെടുത്തിട്ട് ഈ കിറ്റയുടെ ഫേസിന്റെ ഭാഗം ഉണ്ടല്ലോ നന്നായിട്ട് തുടച്ച് വൃത്തിയാക്കി കൊടുക്കണം. മനസ്സിലായോ? ഇല്ലെങ്കിൽ ഈ നനവൊക്കെ കെട്ടി കിടക്കുമ്പോൾ കുഞ്ഞിന് ബ്രീത്ത് എടുക്കാൻ പറ്റില്ല, കുഞ്ഞ് മരിച്ചു പോകും. അപ്പൊ കുഞ്ഞ് അനങ്ങുന്നുണ്ട്, സേഫാണ്. ക്യാറ്റ് ബ്രീത്ത് എടുക്കുന്നുണ്ട്. കണ്ടോ, വയറ് കണ്ടോ അനങ്ങുന്നുണ്ടോ? ഇങ്ങനെ അനങ്ങുന്നത് കൊണ്ടാണ് ഞാൻ ടെൻഷൻ ഇല്ലാതിരുന്നത്. ഓക്കെ, ഇതൊക്കെ നിങ്ങൾക്ക് പഠിക്കാനുള്ളതാണ്. നിങ്ങൾക്ക് ഇതുപോലെ ഒരു ആവശ്യം വരുമ്പോൾ നിങ്ങൾ എന്നെ രാത്രി വിളിക്കാതെ നിങ്ങൾ ഇത് നോക്കിയിട്ട് അതുപോലെ ചെയ്തോളാം കേട്ടോ. പിന്നെ അപ്പം ഇവൾ ഈ കുഞ്ഞിനെ തൊട്ട് മൈൻഡ് ചെയ്യുന്നില്ല. അപ്പം ഞാൻ ഇനിയിപ്പോൾ എന്താ ചെയ്യാൻ പോകുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ അടുത്തത് ഇതാ ഇങ്ങനെയാണ് ഉണ്ടാവുക. ഒരു കുഞ്ഞ് പുറത്തേക്ക് വരുന്നത്. സത്യത്തിൽ ഇതെല്ലാം കൂടെ കൂടിയിട്ട് ഒരു പ്ലാസ്റ്റിക് പോലത്തെ ഒരു കവറിൻ്റെ ഉള്ളിലാണ് കുഞ്ഞുണ്ടാവുക വയറിൻ്റെ അകത്ത്. അത് പുറത്തേക്ക് വരുമ്പോൾ ഇങ്ങനെ ഉണ്ടാവും. ആ ബ്ലാഡർ നക്കി കഴിയുമ്പോൾ അതുകൊണ്ട് പൊട്ടും. അത് എന്തായാലും അവൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ ഞാൻ അടുത്ത ചെയ്യാൻ പോകുന്നത് കത്രിക എടുത്തിട്ട് ഇത് കട്ട് ചെയ്യാൻ പോകും. അപ്പോൾ ഇത് എത്ര കട്ട് ചെയ്യണമെന്നുള്ളൊരു ഡൗട്ട് നിങ്ങൾക്ക് വരികയാണെങ്കിൽ ജസ്റ്റ് ഇതാ ഒരു വിരൽ ഇങ്ങനെ വെക്കുക. നമ്മളൊരു വിരലിൻ്റെ ഫസ്റ്റത്തെ മടക്കുണ്ടല്ലോ, ഇത് കുറച്ചുകൂടെ ലൂസാണ്. ഒരു രണ്ടാമത്തെ മടക്കിൻ്റെ അവിടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കട്ട് ചെയ്യാം. അത്രയും നീളം, ഒരു 1.5 ഇഞ്ച് മാക്സിമം 2 ഇഞ്ച് ആ ഒരു ഇതിൽ നമുക്ക് എന്ത് ചെയ്യാം, അത് കട്ട് ചെയ്യാം. ഗ്ലൗസ് വേണ്ട, ഇതിങ്ങനെ ഇത്ര കണ്ടോ നിങ്ങൾ, ഇതിൻ്റെ ഇവിടെ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, കട്ട് ചെയ്യാം. ആ ചുവപ്പ് കളർ സ്റ്റാർട്ട് ചെയ്യുന്നതിൻ്റെ അവിടെ ഉണ്ടോ. അപ്പോൾ കുറച്ച് ബ്ലഡ് ചിലപ്പം ഇവിടുന്ന് അങ്ങോട്ട് പോകും. ചില കേസിൽ കുറച്ച് പോകാറുണ്ട്. അത് ഫസ്റ്റത്തെ തവണ കണ്ടപ്പോൾ ഞാൻ ഭയങ്കരമായിട്ട് പേടിച്ചത്. ആദ്യമായിട്ട് എൻ്റെ ക്യാറ്റ് പ്രസവിക്കുമ്പോൾ അതൊരു വിഷയമുള്ള കാര്യമല്ല. ചില ആളുകൾ ഇവിടെ ഓയിൽമെൻറ്റ് ഇടുക, അവിടെ നൂല് കെട്ടി കൊടുക്കുക, അതിൻ്റെ ഒന്നും ഒരു ആവശ്യമേ വരുന്നില്ല. അതൊന്നും ചെയ്യുന്നതുകൊണ്ടല്ല പൂച്ചക്കുഞ്ഞ് മരിച്ചു പോകുന്നതോ അങ്ങനത്തെ ഒരു ആവശ്യം വരുന്നില്ല. ഇത് കണ്ടോ, ബ്ലഡ് അവിടെ സ്റ്റോപ്പായി. അവിടെ ഒരു കണക്ടറുണ്ട്, ഇവിടുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ബ്ലഡ് ഒന്നും പാസ് ചെയ്യാതിരിക്കാൻ. ഇല്ലാന്നുണ്ടെങ്കിൽ ഇവിടെ കട്ട് ചെയ്യുമ്പോൾ മദർ ക്യാറ്റ് കട്ട് ചെയ്തിട്ടാണെന്നുണ്ടെങ്കിൽ ഈ ബ്ലഡ് മൊത്തം ഇറങ്ങി പോകില്ലേ, അതിൻ്റെ പ്രശ്നമൊന്നുമില്ല കേട്ടോ. ഇവിടെ കുറച്ച് കട്ട് ചെയ്യുമ്പോൾ വല്ലാതെ ഇവിടെ അടുത്തേക്ക് കയറ്റിയിട്ടാണ് നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കിറ്റൻ്റെ ബ്ലഡൊക്കെ പോകും. പ്രശ്നമൊന്നുമില്ല, അപ്പം പ്രശ്നമാണ്. പക്ഷെ നമ്മൾ എന്ത് ചെയ്യുക, ഒരു 1.5 ഇഞ്ച് അല്ലെങ്കിൽ 2 ഇഞ്ച് കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ട് കട്ട് ചെയ്ത് കൊടുക്കുക. കണ്ടോ, ഇത്രയും ഗ്യാപ്പ് വേണം. ഓക്കെ ഓക്കെ, ഇത്രയും ആവശ്യമുള്ളൂ. ഇത് വെച്ചിട്ട് കട്ട് ചെയ്യാം. ഇനി നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത സ്റ്റെപ്പ്, ഇവള് ഈ വേസ്റ്റ് കഴിക്കുന്നില്ല. ആദ്യത്തെ കുഞ്ഞിൻ്റെ വേസ്റ്റ് ഇവള് കഴിച്ചിട്ടുണ്ടായിരുന്നു, കഴിക്കുമെന്ന് നോക്കാം. അങ്ങനെ വെച്ച് കൊടുക്കുക. നമ്മളാണ് ഇപ്പോൾ ഇത് കട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് വെച്ച് കൊടുക്കുക. നമ്മൾ നക്കുന്നുണ്ട്, കഴിക്കുന്നുണ്ട്. സൈഡിൽ നിന്ന് കാണിച്ചു കൊടുത്തേ, കണ്ടോ, വെരി ഗുഡ്. ഓക്കെ, ഓക്കെ, അവളത് കഴിച്ച്. ഇനി നമുക്ക് ഈ കുഞ്ഞിനെ എന്ത് ചെയ്യാം, ഒന്ന് തുടക്കാം. ഒരു ക്ലോത്താണ് നിങ്ങളെ കയ്യിലുള്ളതെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇങ്ങനെ ഇട്ടിട്ട് പൊതിഞ്ഞ് പിടിച്ചാൽ മതി. കുറച്ച് സമയത്തേക്ക് ആ നനവ് കൊണ്ട് കിട്ടും. കാരണം കുഞ്ഞുങ്ങൾ നല്ല ചൂടുള്ളൊരു സ്ഥലത്തു നിന്നാണ് പുറത്തേക്ക് കൊണ്ട് ഇറങ്ങി വന്നത്. നല്ല ചൂടുള്ളതല്ലേ അവർ അമ്മൻ്റെ വയറ്. അപ്പം പുറത്തെത്തുമ്പോൾ ഈ നനവും എല്ലാം കൂടെ ആവുമ്പോൾ കുഞ്ഞുങ്ങൾക്ക് തണുക്കും. അപ്പോൾ അത് വേണ്ടായിരുന്നിട്ട് അങ്ങനെ ജസ്റ്റ് ഒന്ന് തുടച്ച് വൃത്തിയാക്കി എടുക്കുക. പിന്നെ ഈ ബ്ലഡും കാര്യങ്ങളും ഇതൊക്കെ അവരുടെ ശരീരത്തിൽ നിൽക്കുമ്പോൾ പെട്ടെന്ന് ഇൻഫെക്ഷനൊക്കെ വരാൻ സാധ്യതയുണ്ട്. പൂച്ചക്കുഞ്ഞിനെ കുളിപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് നന്നായിട്ടൊന്ന് തുടച്ച് വൃത്തിയാക്കി ഇങ്ങോട്ട് എടുക്കാം. ഓക്കെ, പാലൊക്കെ ഇങ്ങനെ കണ്ടോ, ഇങ്ങനെ തുടച്ചെടുക്കാം. ഓക്കെ, ഇങ്ങനെ എല്ലാ കുഞ്ഞുങ്ങളെയും മദർ ക്യാറ്റ് തുടച്ച് കഴിഞ്ഞാലും ഞാനൊന്ന് തുടക്കാറുണ്ട്, എന്നാലേ എനിക്കൊരു സമാധാനം കിട്ടുള്ളൂ. ചുണ്ടും ഒക്കെ നല്ല നമുക്കൊരു ടിഷ്യൂ ഉണ്ട്. ഞാൻ കുറച്ചും കൂടി കംഫർട്ട് ടിഷ്യൂ കേട്ടോ. നിങ്ങൾക്ക് ക്ലോത്തൊക്കെ യൂസ് ചെയ്യാം, ഒരു പ്രശ്നമില്ല. ഉണ്ടല്ലേ, കണ്ണും ഈ ചെവിൻ്റെ ഈ സൈഡൊക്കെ ഉണ്ടാവും, ചെവിൻ്റെ സൈഡിലൊക്കെ നനവുണ്ടാവും. ജസ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം, ഇങ്ങനെ തുടച്ചു കൊടുക്കാം. അതുപോലെ ഈ ചെവി ജസ്റ്റ് ടിഷ്യൂ ആകുമ്പോൾ പെട്ടെന്ന് വെള്ളം വലിച്ചെടുക്കുന്നതുകൊണ്ട് നമുക്കിങ്ങനെ തൊട്ട് കൊടുത്താൽ മതി, പരിപാടി കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ ഈ കിറ്റണും ഓക്കെയാണ്. ഇനി നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ അടിയിലുള്ള ഈ ഷീറ്റൊന്ന് മാറ്റി കൊടുക്കാം. കാരണം ഇങ്ങനെ ബ്ലഡ് ഇങ്ങനെ വരുമ്പോൾ അടുത്ത കുഞ്ഞൊക്കെ വീണ്ടും വീണ്ടും നനയും. തൽക്കാലം അടിയിലേക്ക് ഞാനൊരു ഷീറ്റൊന്ന് മാറ്റട്ടെ. ഈ സാധനം ഉണ്ടല്ല, ഇതാണ് ട്രെയിനിങ് പാഡ്.
നമ്മൾ പ്രസവത്തിന്റെ കേസുകളിൽ പൂച്ചക്കുഞ്ഞുങ്ങൾക്കും അതുപോലെ എന്തെങ്കിലുമൊക്കെ പ്രശ്നമുള്ള കേസുകളിലൊക്കെ നമ്മളിത് യൂസ് ചെയ്യാറുണ്ട്. ഇതിന് ഞാൻ വാങ്ങിയത് 1000 രൂപേൻ്റെ സാധനമാണ്. 50 എണ്ണം കിട്ടും. ഞാനിതിന് ലിങ്ക് താഴത്തെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുക. ആമസോണിലുണ്ട്, അവിടെ പോയിട്ട് നിങ്ങൾക്ക് വാങ്ങിക്കാം. അപ്പോൾ ഇത് ഇങ്ങനെ വരും. ഇങ്ങോട്ട് നിവർത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മടക്കിയിട്ടാണ് ഉണ്ടാവുക. ഇത് കണ്ടില്ലേ, ഇതൊരു കട്ടിയുള്ള ഒരു സ്പോഞ്ചോ അല്ല ഒരു ക്ലോത്തോ അല്ലാത്ത രീതിയിലുള്ള ഒരു മെറ്റീരിയലാണ്. ഒരുവിധം അത്യാവശ്യം നന്നായിട്ട് വെള്ളം വലിച്ചെടുക്കാനുള്ള ഒരു കഴിവുണ്ട് ഇതിന്. അപ്പം ഞാനിപ്പോൾ നേരത്തെ ഈ ക്യാറ്റ് പ്രസവിച്ച് ഇത് കാണിക്കും. ഈ ഷീറ്റ് ഞാൻ സത്യത്തിൽ ക്യാറ്റ് പ്രസവിക്കുന്ന ആ ഒരു ടെൻഷനിൽ ഞാൻ നേരെ തല തിരിച്ചാണ് വിരിച്ചത്. ശരിക്കും ഇതാണ് ഇതിൻ്റെ അടിഭാഗം കണ്ടോ. ഇതിലാവുമ്പം ഈ ഇതുപോലെ നനവ് നിൽക്കൂല, പെട്ടെന്ന് ഇത് വലിച്ചെടുക്കും. അപ്പം നമുക്ക് എന്ത് ചെയ്യാം, ഇത് അടിഭാഗമാണ് ഈ വൈറ്റ് കളർ കാണുന്നത്. പിന്നെ ഇത് ഈ രീതിയിൽ വേണം ശരിക്കും വിരിക്കാൻ കേട്ടോ. എനിക്ക് ഒരു മിസ്റ്റേക്ക് പറ്റിയത്, ക്യാറ്റ് പ്രസവിക്കുന്നതിൻ്റെ ആ ഒരു തിരക്കിലായതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, പെട്ടെന്ന് എടുത്തിട്ട് ഒരു ഷീറ്റ് കണ്ട് എടുത്ത് വിരിച്ചത്. അത് സൈഡൊന്നും ഞാൻ നോക്കിയില്ല. നമുക്ക് എന്ത് ചെയ്യാം, ഇങ്ങോട്ടേക്ക് ഇതിനടിയിൽ ഒരെണ്ണം എക്സ്ട്രാ ഞാൻ വേറെ വിരിച്ചിട്ടുണ്ടായിരുന്നു. ഒരുപാട് പ്രതീക്ഷിക്കാതെ ബ്ലഡ് വരികയാണെങ്കിൽ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇവിടെ അടുത്തവിടെ ഈ അമ്മേൻ്റെ ചൂടും തട്ടി കിടക്കുക അല്ലേ. ഇതാണ് ആദ്യം വന്ന കുഞ്ഞ്. ഓക്കെ, ഇവിടെ ഇരിക്കുക. എണീക്ക് എണീക്ക് എണീക്കണി. ഇനി ഒരുവിധം നനവൊക്കെ നമ്മൾ വലിച്ചെടുത്തോളാം. മാലൊക്കെ അത്യാവശ്യം നനഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ നാളെ, അതായത് ക്യാറ്റ് പ്രസവിച്ച് 24 മണിക്കൂറിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, ഈ മദർ ക്യാറ്റിനെ കുളിപ്പിക്കാം. അതും ഒരുപാട് പേര് എൻ്റെ അടുത്ത് ചോദിക്കുന്ന ഒരു കാര്യമാണ്. ഇനി അതൊന്നും ചോദിക്കരുത്. അതായത് ഈ ക്യാറ്റ് കുഞ്ഞ് വന്നു, പ്രസവം കംപ്ലീറ്റ് ആയിട്ട് കഴിഞ്ഞതിന് ശേഷം എന്നിട്ട് 24 മണിക്കൂറിന് ശേഷമാണ് എന്ത് ചെയ്യേണ്ടത്, മദർ ക്യാറ്റിനെ കുളിപ്പിക്കേണ്ടത്. ചെറിയ ചൂട് വെള്ളം കുളിപ്പിക്കുന്നത് നല്ലതാണ്. ഭയങ്കരമായിട്ട് വൃത്തികേടായി കിടക്കുന്നതിനെ കുളിപ്പിക്കുന്നത് എപ്പോഴും നല്ലതാണ്. പിന്നെ കുഞ്ഞുങ്ങളെ പാല് കുടിച്ചിട്ട് കുഞ്ഞുങ്ങൾ ഉറങ്ങുന്ന ഒരു സമയം വരും. ഉറങ്ങുന്ന സമയത്ത് കുഞ്ഞുങ്ങൾക്ക് പാല് കൊടുത്തു കഴിഞ്ഞാൽ എപ്പോഴും ട്രെയിൻ്റെ അകത്ത് മദർ ക്യാറ്റ് കിടക്കില്ല. പാല് കൊടുത്തു കഴിഞ്ഞാൽ കുറച്ച് സമയത്തേക്ക് മദർ ക്യാറ്റ് ഒന്ന് മാറി കിടക്കുന്ന ഒരു സമയം വരും. ആ സമയത്ത് എന്ത് വേണം, പെട്ടെന്ന് ഒരു അരമണിക്കൂർ കൊണ്ട് ജസ്റ്റ് ഒന്ന് ക്യാറ്റിനെ ഒരു കാക്കക്കൂടി കുളിപ്പിച്ചിട്ട് പെട്ടെന്ന് ഉണക്കിയിട്ട് കുഞ്ഞുങ്ങളെ മദർ ക്യാറ്റിൻ്റെ കൂടെ മദർ ക്യാറ്റിൻ്റെ അടുത്തേക്ക് കുഞ്ഞുങ്ങളെ മദർ ക്യാറ്റിനെ വിടണം. അപ്പോൾ മദർ ക്യാറ്റ് ഉണക്കുന്ന സമയത്ത് വയറിൻ്റെ അടിഭാഗമൊക്കെ നന്നായിട്ട്, അതുപോലെ കക്ഷൊക്കെ നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ടെന്ന് നിങ്ങൾ ഉറപ്പ് വരുത്തണം. ഇല്ലാന്നുണ്ടെങ്കിൽ ആ നനവ് തട്ടിയിട്ട് കുഞ്ഞുങ്ങൾക്ക് ഇൻഫെക്ഷൻ വരും. കുഞ്ഞുങ്ങൾക്ക് അത് മാത്രമല്ല ഒട്ടും കംഫർട്ടായിരിക്കില്ല. കാരണം മദർ ക്യാറ്റിൻ്റെ ചൂട് എന്ന് പറഞ്ഞാൽ അത് അവർക്ക് വളരെ നിർബന്ധമാണ്. ഇപ്പോൾ ഓക്കെയാണ്. കുഞ്ഞുങ്ങൾക്ക് കുറച്ച് പാല് കുടിക്കുന്നത് നല്ലതാണ്. അപ്പോൾ കുഞ്ഞുങ്ങൾ പാല് കുടിപ്പിക്കുകയാണ്, ഇങ്ങനെ നക്കിക്കൊണ്ടേ ഇരിക്കുകയാണെങ്കിൽ ജസ്റ്റ് ഈ നിപ്പിളിൻ്റെ അവിടെ പിടിച്ച് നമ്മളൊന്ന് ഇങ്ങനെ വലിച്ചു വിട്ടാൽ മതി. അപ്പോൾ അവൾക്ക് പാല് കൊടുക്കാനുള്ളൊരു ടെൻഡൻസി വരും. അതൊക്കെ നമ്മളെ ഒരു ട്രിക്കാണ് കേട്ടോ. എന്താ ഞാൻ ചെയ്യുന്നൊരു ഐഡിയ ആണ്. ഇതാണ്ട് നിപ്പിൾ കണ്ടോ, ഒക്കെ ഞാൻ നേരത്തെ നല്ല ക്ലീൻ ചെയ്ത് വെച്ചതാണ് കണ്ടോ. ഇതുപോലെ വേണം നിപ്പിൾ. ചില നിപ്പിൾസൊക്കെ ഭയങ്കരമായിട്ട് കറുപ്പ് കളറായിരിക്കും കണ്ടോ. നിപ്പിൾ കണ്ടോ പിങ്ക് കളറായിട്ട് നിൽക്കുന്നത്, ഇതിന് ചുറ്റും ഒരു അഴുക്കുമില്ല. കാരണം എന്താ, ഇവളിന്ന് പ്രസവിച്ച് കഴിഞ്ഞാൽ ഇന്ന് കുഞ്ഞിന് പാല് കൊടുക്കണമെന്ന് നേരത്തെ അറിയുന്നതുകൊണ്ട് തന്നെ 2-3 ദിവസമായിട്ട് ഞാൻ ഡെയിലി വൃത്തിയാക്കുന്നുണ്ട്. ഇതൊന്ന് പ്രസ് ചെയ്ത് കാണിച്ചതാ കണ്ടോ, ചെറിയൊരു നനവ് വന്നു. മറ്റേ DSLR-ലാണെങ്കിൽ ശരിക്കും കാണാമായിരുന്നു കണ്ടോ. നല്ല പാലുണ്ട്. ഇവൾക്ക് സത്യം പറഞ്ഞാൽ പാല് ഇറങ്ങി വരാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനൊരു മരുന്ന് കൊടുത്തു പാല് കൂടാൻ വേണ്ടിയിട്ടുള്ള. അതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞു തരാം. ഞാൻ ആ മരുന്ന് ഇപ്പോൾ നിലവിൽ ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം അത്യാവശ്യം നല്ല റിസൾട്ട് ഉണ്ട്. പാല് മദർ ക്യാറ്റിന് നല്ല രീതിയിൽ പാലുണ്ടാവാനും അതിനനുസരിച്ച് കുഞ്ഞുങ്ങളൊക്കെ നല്ല രീതിയിൽ ഹെൽത്തി ആയിരിക്കാനൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു മരുന്നാണ്. അപ്പോൾ അത് ഞാൻ ഇപ്പം 20 ദിവസമായിട്ട് പല ക്യാറ്റുകൾക്ക് അത് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പം അത് ഞാനൊരു 1.5 മാസം യൂസ് ചെയ്യട്ടെ. യൂസ് ചെയ്തിട്ട് നല്ല മെഡിസിൻ ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ അതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്യാം കേട്ടോ. എന്തെങ്കിലും സൈഡ് എഫക്റ്റോ ലൂസ് മോഷനോ അങ്ങനെ ഞാൻ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു മരുന്നിനെ കുറിച്ച് പറഞ്ഞു തരുമ്പോൾ എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. മറ്റേത് വീഡിയോ ചെയ്തിട്ട് ആ മരുന്നിന് ഇങ്ങനെ പ്രശ്നമുണ്ട് എന്ന് പറയുമ്പോൾ എനിക്കത് നാണക്കേടല്ലേ. അപ്പം അത് കംപ്ലീറ്റ് ടെസ്റ്റ് ചെയ്തിട്ട് ഞാൻ അതിനെക്കുറിച്ച് പറഞ്ഞുതരാം. പാലിപ്പം എങ്ങനെയാണ് ഞാൻ കൂട്ടിയെടുക്കുന്നത് എന്നുള്ളത്. ഏകദേശം 1 മണിക്കൂറായി ഇവളെ 3ാമത്തെ കുഞ്ഞിന് വേണ്ടിയിട്ട് ഞാൻ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാനിത് പറഞ്ഞ എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചില ക്യാറ്റുകൾ അങ്ങനെയാണ്, ഒരുപാട് ഡിലേ ഉണ്ടാവും പ്രസവിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒരു ക്യാറ്റ് വന്ന് ചിലപ്പോൾ 3 മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടൊക്കെയാണ് അടുത്ത കുഞ്ഞ് പുറത്തേക്ക് വരാറുള്ളത്.
അപ്പം അങ്ങനെയൊക്കെ സംഭവിക്കുമ്പോൾ നിങ്ങൾ ഒന്നുകൊണ്ട് ടെൻഷൻ ആവേണ്ട ആവശ്യമില്ല, അതൊക്കെ സ്വാഭാവികമാണ്. ഇപ്പൊ 2 കുഞ്ഞ് മാത്രമുള്ള പൂച്ചകൾ ഉണ്ടാവാറുണ്ട്. അപ്പം വയറ് തൊട്ട് നോക്കുന്ന സമയത്ത് അവൾക്ക് ഭയങ്കര വയറൊന്നുമില്ല. ഞാൻ ഇന്നലെ ഒരു ക്യാറ്റ് പ്രസവിച്ച ഒരു കാര്യം നിങ്ങളടുത്ത് പറഞ്ഞല്ലോ. ഒരു 12 മണി മുതൽ രാവിലെ പുലർച്ചെ ഒരു 5:30 വരെ ആ ക്യാറ്റ് പ്രസവിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. കാരണം ഒരു കുഞ്ഞ് വന്ന് 1.5 മണിക്കൂർ കഴിഞ്ഞിട്ടൊക്കെയാണ് അടുത്ത കുഞ്ഞ് വരുന്നത്. ഭയങ്കര കോംപ്ലിക്കേഷനുമായിരുന്നു. ഒരു കുഞ്ഞൊഴികെ ബാക്കി എല്ലാ കുഞ്ഞുങ്ങളെയും ഞാൻ കൈകൊണ്ട് വലിച്ച് പുറത്തേക്ക് എടുക്കുക ചെയ്തത്. അപ്പം അതിന് ഓണർ ഗൾഫിലാണ്. അപ്പം അവൻ വന്നിട്ട് അവൻ ക്യാറ്റിനെ ക്രോസിങ് ചെയ്തു. ക്യാറ്റ് പ്രഗ്നന്റ് ആയി എനിക്ക് തോന്നുന്നു ആ സമയത്താണ് അവൻ പെട്ടെന്ന് ഗൾഫിലോട്ട് പോകേണ്ടി വന്നത്. അപ്പം അവന് ക്യാറ്റിനെ കുറിച്ച് അത്യാവശ്യം അറിയുന്ന ആളാണ്. പക്ഷെ വീട്ടിൽ ക്യാറ്റിന്റെ പ്രസവം ഒന്നും നോക്കാനും കുഞ്ഞുങ്ങളൊന്നും കെയർ ചെയ്യാനൊന്നും ഇതുപോലെ കെയർ ചെയ്യാനൊന്നും ആളുകളില്ല. അപ്പം അതുകൊണ്ടാണ് നമ്മളെ ക്യാറ്റിന്റെ ഹോസ്റ്റലിലേക്ക് അവൻ ക്യാറ്റിനെ അയച്ചത്. അപ്പൊ ആ ക്യാറ്റിനെ അതിന്റെ കുഞ്ഞുങ്ങളെ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. അപ്പൊ ഇതാണ് അവള്. ഇന്നലെ രാത്രി മുതൽ ഇന്ന് പുലർച്ചെ വരെ പ്രസവിച്ച ആളാണ്. അപ്പം കുഞ്ഞുങ്ങൾ മൊത്തം 4 കുഞ്ഞുങ്ങളുണ്ട്. 3 റഷ്യൻ ബ്ലൂ കളറ്, ഒരു കുഞ്ഞിതാ ഇവിടെ കിടക്കുന്നു. ഇങ്ങോട്ട് വാ. ഞാൻ കുഞ്ഞിനെ എടുക്കുന്നത് ഇഷ്ടമല്ല അവിടെ വെച്ച്. കുഞ്ഞുങ്ങളെ എവിടെ വേണമെങ്കിലും പോയി കിടന്നോട്ടെ കേട്ടാ. കുഞ്ഞുങ്ങൾക്ക് പാല് കുടിക്കും. ഇപ്പോൾ ഇവിടെ കിടന്നു, ടെൻഷൻ ആവണ്ട. കുഞ്ഞുങ്ങൾ പാല് കുടിക്കുന്ന സമയത്ത് അവർ കറക്റ്റായിട്ട് വരും. അവർ ഉറങ്ങുന്ന സമയത്ത് പരമാവധി ഡിസ്റ്റർബൻസ് ചെയ്യാതിരിക്കും. ഞങ്ങൾക്കിപ്പം വീഡിയോയിൽ കാണിക്കേണ്ട ആവശ്യം ഉണ്ടായതുകൊണ്ടാണ് ഇവിടുന്ന് എടുത്ത് ഞാൻ അങ്ങോട്ട് വെച്ചത്. ഉറങ്ങുന്ന കുഞ്ഞുങ്ങളെ ഒരു കാരണവശാലും ഡിസ്റ്റർബ് ചെയ്യരുത്. കാരണം അവർ ഉറങ്ങുന്ന സമയത്താണ് അവർ വളരുന്നത്. അവരുടെ ശരീരം ഉറങ്ങുന്ന സമയത്താണ് അവരുടെ ശരീരത്തിൽ വളരാനുള്ള ഹോർമോൺസൊക്കെ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഉറക്കം മസ്റ്റാണ്. ചില പൂച്ചക്കുഞ്ഞുങ്ങൾ, കണ്ണ് തുറന്ന പൂച്ചക്കുഞ്ഞുങ്ങൾ 24 മണിക്കൂറിൽ ഒരു 16-17 മണിക്കൂറോളം കണ്ടിന്യൂസ് ആയിട്ട് ഉറങ്ങും. 1 മാസമൊക്കെ പ്രായമുള്ള പൂച്ചക്കുഞ്ഞുങ്ങൾ വരെ. അപ്പം അങ്ങനെയൊക്കെ ഉറങ്ങുന്നുണ്ട് വിചാരിച്ചിട്ട് ടെൻഷനൊന്നും വേണ്ട. ഇനി വലിയ പൂച്ചകളാണെങ്കിൽ അത്യാവശ്യം നന്നായിട്ട് ഉറങ്ങും കേട്ടോ. പൂച്ചകൾക്ക് ഉറക്കം പറഞ്ഞതാ. ഇതിൽ 3 റഷ്യൻ ബ്ലൂ കളറ് കുഞ്ഞുങ്ങളാണുള്ളത്. പിന്നെ ഒരു ഫോൺ കളർ കുഞ്ഞായിരിക്കും വരിക. ഇതിൻ്റെ പാരൻറ്റ് വന്നിട്ടും ഇതേ സെയിം കളറാട്ടാ. ഇവരെ ഫാദർ വന്നിട്ട് ഫാദറിനെ നമ്മൾ കൊടുത്തതാണ്. നമ്മൾ ഇവർക്ക് സെയിൽ ചെയ്തു. അങ്ങനെ അത് ക്രോസ് ചെയ്തു. ഇപ്പോൾ ഇതാ 4 കുഞ്ഞുങ്ങളെ കിട്ടി. 5 കുഞ്ഞുങ്ങളുണ്ടായിരുന്നു. ഒരെണ്ണം പ്രസവത്തിൽ മരിച്ചുപോയി. മാംസപിണ്ടായിരുന്നു കേട്ടോ. ഞാൻ പറ്റുകയാണെങ്കിൽ ഞാൻ ഡിസ്പ്ലേൻ്റെ സൈഡിൽ, സ്ക്രീനിൻ്റെ സൈഡിൽ കാണിക്കാം ആ കുഞ്ഞിൻ്റെ രൂപം. കുഞ്ഞുങ്ങളൊക്കെ ഓക്കെയാണ്. മദർക്കേറ്റ് നന്നായിട്ട് കെയർ ചെയ്തിട്ടുണ്ട്. ഇല്ലയെന്നുണ്ടെങ്കിൽ ഈ ബാധ്യത, ഈ മൂത്രമൊഴിക്കുന്ന ഈ ഭാഗത്ത് ഇവിടെ ഇങ്ങനെ വേസ്റ്റ് ഉണ്ടാവും. എന്തിനാ എന്നെ ഇങ്ങനെ പിടിക്കുന്നത്? കുഞ്ഞുങ്ങളെ തൊടണ്ടേ? എന്നാലും നീ എന്തെങ്കിലും നോക്കിയാ, തിരിഞ്ഞ് നോക്കിയാ കുഞ്ഞുങ്ങളെ? എല്ലാം ഞാനല്ലേ ചെയ്തത്? എന്തിനാ കടിക്കുന്നത്? പാൽ കൊടുത്തോ? കുഞ്ഞുങ്ങൾക്ക് പാൽ കൊടുത്തോ? തലയിൽ മസാജ് ചെയ്യാനല്ലേ? ഓക്കെ. ഇപ്പം നിങ്ങൾ കണ്ടല്ലോ അവിടെ 4 കുഞ്ഞുങ്ങളെ. അപ്പം അതുപോലെ ഇപ്പം ഇവിടെ 2 കുഞ്ഞുങ്ങളായി. ഇനി ബാക്കി എത്ര കുഞ്ഞുണ്ടെന്ന് വെയിറ്റ് ചെയ്യാം. അപ്പം ഇതുപോലെ നമ്മൾ സ്ഥിരമായിട്ട് പൂച്ചകളെ പ്രസവം നമ്മൾ ഇവിടുന്ന് എടുത്തു കൊടുക്കും. അപ്പോൾ നിങ്ങളെ കയ്യിൽ ഇതുപോലെ ഒരു ക്യാറ്റ് പ്രഗ്നൻ്റ് ആണ്, നിങ്ങൾക്ക് എന്തെങ്കിലും പ്രയാസം ഉണ്ടായിരിക്കും ആ ദിവസങ്ങളിൽ. ക്യാറ്റ് പ്രസവിക്കുന്ന ദിവസങ്ങളിൽ ചിലപ്പോൾ നിങ്ങൾ നാട്ടിലുണ്ടായിക്കൊള്ളുന്നില്ല, അല്ലെങ്കിൽ എന്തെങ്കിലും എമർജൻസി കാരണം നിങ്ങൾക്ക് എങ്ങോട്ടെങ്കിലും പോകേണ്ടേക്ക് വരുമ്പോൾ, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ തന്നെ ക്യാറ്റിനെ പ്രസവിക്കുന്ന സമയത്ത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കാനൊരു പ്രയാസം ഉണ്ടെന്ന് തോന്നുകയാണെങ്കിൽ ഞാൻ സ്ക്രീനിൽ കാണിക്കുന്ന നമ്മളെ ക്യാറ്റിൻ്റെ ബോർഡിങ്ങിലെ നമ്പറിലേക്ക് നിങ്ങൾക്ക് വിളിക്കാം. പറ്റുന്നതും പരമാവധി ക്യാറ്റ് പ്രസവിക്കുന്നതിൻ്റെ ഒരു 10 ദിവസം മുന്നെയാണ് നമ്മളിവിടെ ബോർഡിങ് ചെയ്യേണ്ടത്. കാരണം പ്രസവത്തിന് തൊട്ട് മുമ്പുള്ള യാത്ര ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. പ്രസവിക്കാൻ ചാൻസ് ഉണ്ടെന്ന് തോന്നുന്നതിൻ്റെ ഒരു 10 ദിവസം മുമ്പ്, പറ്റുകയാണെങ്കിൽ ഒരു 15 ദിവസമാണെങ്കിൽ നല്ലതാണ് ക്യാറ്റുകൾക്ക്. 10 ദിവസം ആയാലും മതി. അത്രയും ദിവസം മുമ്പ് ഇവിടെ താമസിപ്പിക്കേണ്ടി വരും. പ്രസവിച്ച് കഴിഞ്ഞ് കുഞ്ഞുങ്ങളെയും അമ്മേനെയും കൂടെ സേഫായിട്ട് നിങ്ങളെ സ്ഥലത്തേക്ക് എത്തിച്ചേരും. നമുക്ക് നിങ്ങളിപ്പോൾ കേരളത്തിലെ എവിടെയാണെങ്കിലും, തിരുവനന്തപുരം തമ്പാനൂർ മുതൽ കാസർഗോഡ് വരെ അതിൻ്റെ ഇടയിലുള്ള എല്ലാ സ്ഥലത്തേക്കും കാറുണ്ട്. അവിടുന്ന് കാറായിട്ട് ആൾ വരും. ക്യാറ്റിനെ നിങ്ങളവിടെ എത്തിച്ചു കൊടുക്കുക, കാറിൽ എത്തിച്ചു കൊടുക്കുക. അവരവിടുന്ന് സേഫായിട്ട് ക്യാറ്റിനെ അവിടെ നമ്മുടെ ബോർഡിങ്ങിലേക്ക് കൊണ്ടുവരും. എന്നിട്ട് ഇതിൻ്റെ ആവശ്യങ്ങളെ കഴിഞ്ഞ് നിങ്ങളെപ്പോഴാണോ ക്യാറ്റിനെ നോക്കാനും ഫ്രീ ആവുന്നത് ആ സമയമാകുമ്പോൾ ക്യാറ്റിനെ തിരിച്ച് നിങ്ങൾക്ക് അവിടെ എത്തിക്കും. ഇതുപോലെ ഈ പ്രസവത്തിന് വരുന്ന ക്യാറ്റുകൾ മാത്രമല്ല, പൂച്ചകളെ പല സർജറികൾ ഉണ്ടാവും, ചിലപ്പോൾ ചെയ്യാനുണ്ടാവും ഡോക്ടർ പറഞ്ഞിട്ട്. അപ്പോൾ അത് നമ്മൾ ഇവിടുന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് ചെയ്ത് സർജറിൻ്റെ ശേഷമുള്ള എല്ലാ കെയറിങ്ങും അത് നമ്മൾ ഇവിടുന്ന് കൊടുക്കും. പിന്നെ അതുപോലെ തന്നെ സ്കിന്നിൽ ഇൻഫെക്ഷൻ വന്ന് ഭയങ്കരമായിട്ട് ഇൻഫെക്ഷനൊക്കെ വന്ന ക്യാറ്റുകളൊക്കെ ഉണ്ടാവും. അപ്പോൾ അങ്ങനത്തെ ക്യാറ്റുകളെ ചിലപ്പോൾ നിങ്ങൾക്ക് കെയർ ചെയ്യാൻ പറ്റിക്കോളുന്നില്ല. ഡോക്ടറെ കാണിച്ച് മരുന്ന് കൊടുക്കാനൊക്കെ
ചിലപ്പോൾ സമയം കിട്ടാത്ത ആളുകളുണ്ടാവും. അപ്പോൾ അങ്ങനത്തെ ആളുകൾക്കൊക്കെ നമ്മൾ തന്നെ ഇവിടെ കൊണ്ടുവന്ന് ക്യാറ്റിന്റെ സ്കിന്നിൽ വരുന്ന ഇൻഫെക്ഷനൊക്കെ കംപ്ലീറ്റ് ആയിട്ട് തന്നെ മാറ്റിത്തരും. പിന്നെ ക്യാറ്റിനെ മെയ്റ്റ് ചെയ്യിപ്പിക്കാൻ എണ്ണ ചേർക്കാൻ വേണ്ടിയിട്ട് പൂച്ചകൾ വരാറുണ്ട്. നമ്മുടെ അടിപൊളി സ്റ്റെഡ് മെയിൽ ക്യാറ്റുകളുണ്ട്. ഈ പറഞ്ഞ മോമോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മെയിലുണ്ട്, നമ്മളിതിന് മുന്നത്തെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതുപോലെ റാംബോ ഉണ്ട് പേർഷ്യനിൽ. മോമോ ട്രഡീഷണൽ ലോങ് ഹെയർ ആണ്. ഇവർ രണ്ടുപേരെയാണ് സ്റ്റെഡിങ്ങിന് കൊടുക്കുന്നുള്ളൂ. മറ്റുള്ള ബ്രീഡൊന്നും പുറത്തത്തെ ഫീമെയിൽ ക്യാറ്റിനെ സ്റ്റെഡ് ചെയ്യുന്നില്ല. പിന്നെ അതുപോലെ ന്യൂട്രിങ്ങിൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് പൂച്ചകൾ ഇവിടെ ബോർഡിങ് ചെയ്യാറുണ്ട്. അങ്ങനെ നമ്മൾ ചെയ്യാത്തതായിട്ട് ഒന്നുമില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും ക്യാറ്റിനെ കൊണ്ട് എന്തെങ്കിലും ബുദ്ധിമുട്ട് വരികയാണ് എന്നുണ്ടെങ്കിൽ ജസ്റ്റ് നമ്പറിൽ വിളിക്കാം. നിങ്ങൾക്ക് എപ്പോഴാണ് ആവശ്യം വരുന്നത് അതിന് കുറച്ച് ദിവസം മുന്നേ വിളിച്ചു കഴിഞ്ഞാൽ അത്രയും നല്ലത്. അങ്ങനെ ആകുമ്പോൾ നമുക്കിവിടെ കേസും കാര്യങ്ങളൊക്കെ അതിനനുസരിച്ച് സെറ്റ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് പറ്റും. പ്രസവിച്ചിട്ടേ കുഞ്ഞുങ്ങൾ പാല് കുടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അവർ തന്നെ പാല് തേടി പിടിച്ച് അവർ തന്നെ കുടിക്കുന്നതാണ് കേട്ടോ. ഞാൻ എടുത്ത് വെച്ച് കൊടുത്തൊന്നല്ല, അവർ തന്നെ രണ്ടുപേരും പാല് കുടിക്കുന്നുണ്ട്. അപ്പം ഈ കുഞ്ഞ് പാല് കുടിക്കുന്നത്, അവൻ താഴത്തെ നിപ്പിളാണ് കുടിക്കുന്നത് അല്ലേ. ഇവള് മുകളത്തെ നിപ്പിൾ കുടിക്കുന്നുണ്ട്. പാലൊക്കെ നല്ല വൃത്തിയായിട്ട് തന്നെ കുടിക്കുന്നുണ്ട് രണ്ടുപേരും, കണ്ടില്ലേ. ഇവരതിൻ്റെ അടിയത്തെ നിപ്പിളാണ്. പിന്നെ ചില പൂച്ചകൾക്ക് 8 നിപ്പിൾ ഉണ്ടാവും, ചില പൂച്ചകൾക്ക് 6 നിപ്പിൾസ് ഉണ്ടാവും. അതൊന്നും ഒരു പ്രശ്നമുള്ള കാര്യമല്ല കേട്ടോ. എൻ്റെ ക്യാറ്റിന് നിപ്പിളിൻ്റെ എണ്ണം കുറവാണെന്നൊക്കെ ചോദിച്ചിട്ടൊക്കെ പല പിള്ളേരൊക്കെ വാട്സപ്പ് ചെയ്യാറുണ്ട്. അപ്പോൾ അതിനൊന്നും ആവശ്യമില്ല. കുഞ്ഞുങ്ങൾ ചില പൂച്ചകൾക്ക് 6 നിപ്പിൾസ് ഉണ്ടാവും, ചില പൂച്ചകൾക്ക് 8 നിപ്പിൾസൊക്കെ ഉണ്ടാവും. അപ്പോൾ അതിലൊന്നും എണ്ണത്തിലൊന്നും ഒരു കാര്യമില്ല. അതൊക്കെ ഓരോ പൂച്ചകൾക്ക് ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോഴേ ഇപ്പം ഇവിടെ സമയം രാത്രി 12 മണിയായി. നമ്മൾ ഏകദേശം 7 മണിക്ക് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് തുടങ്ങിയതാണ്. 7:30 ആദ്യത്തെ കുഞ്ഞ് വന്നത്. അതിനുശേഷം രണ്ടാമത്തെ കുഞ്ഞ് വന്നപ്പം 9 മണി, ഏകദേശം 9:00 കൂടിയിട്ട് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഇപ്പം സമയം 12 മണിയായി. അപ്പം ഞാൻ ഇത്രയും സമയം കാത്തു നിന്നു. അടുത്ത കുഞ്ഞ് ഇതുവരെ വന്നിട്ടില്ല. ചിലപ്പോൾ 2 കുഞ്ഞേ ഉണ്ടായിരിക്കുള്ളൂ, ചിലപ്പോൾ ഇനിയും കുഞ്ഞുണ്ടായിരിക്കാം. എനിക്ക് തോന്നുന്നു ഒരു കുഞ്ഞും കൂടി ചിലപ്പോൾ ഒരു പക്ഷേ ഉണ്ടാവാം. ഞാൻ വയറ് പിടിച്ച് നോക്കിയിട്ടില്ല. കാരണം ചിലപ്പോൾ ഒരു പക്ഷേ അവൾക്കതൊരു പ്രയാസം ആവണ്ട. കാരണം ഇപ്പം അവൾ നല്ല രീതിയിൽ അനങ്ങാതെ കിടന്ന കുഞ്ഞുങ്ങൾക്ക് പാല് കൊടുത്തോണ്ടിരിക്കുക, കണ്ടോ. അവൾക്ക് അതൊരു ഡിസ്റ്റർബൻസ് ആവണ്ട. കുഞ്ഞുണ്ടെങ്കിലും ഇല്ലെങ്കിലും നമുക്കത് അറിയാമല്ലോ. കുറച്ചും കൂടെ വെയിറ്റ് ചെയ്യാം. എന്തായാലും ഞാൻ വീഡിയോ എന്തായാലും ക്ലോസ് ചെയ്യാൻ തീരുമാനിച്ചു. ഇനി കുഞ്ഞ് വരികയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പ്രസവം കഴിഞ്ഞതിന് ശേഷം മദർ ക്യാറ്റിനും കുഞ്ഞുങ്ങളെയും കെയർ ചെയ്യുന്നതിനെ കുറിച്ച് ഞാനൊരു വീഡിയോ ചെയ്യാം. മറ്റുള്ള ആളുകളിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം. അപ്പം തീർച്ചയായിട്ടും അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ സീ യു.